UDFിൽ ഏറ്റവും ശക്തരായ വലിയ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. മലബാറിൽ UDFിൻ്റെ പ്രധാന കൽത്തൂണുകളായി നിലയുറപ്പിക്കുന്ന മുസ്ലിം ലീഗ് 1948 മദ്രാസിലെ രാജാജി ഹാളിൽ ആരംഭിച്ച് ഇങ്ങ് മലപ്പുറത്ത് പാണക്കാട് കൊടപ്പനക്കുന്ന് കുടുംബത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ട് പാരമ്പര്യമായി പാണക്കാട് തങ്ങന്മാരാൽ നിയന്ത്രിക്കപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ കേരളത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടേതായ ഭരണഘടനയുടെയും കീഴ്വഴക്കങ്ങളുടെയും പിൻബലത്തിലാണ് പ്രവർത്തിക്കാറുള്ളത്. എന്നാൽ കേട്ടുകേൾവിയില്ലാത്ത കീഴ്വഴക്കങ്ങൾ പിന്തുടരുന്നതും ഒരു ദിവസം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഒരു വീട്ടിൽ നിന്നെടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് അടിമുടി മാറാൻ കഴിവുള്ളതുമായ ഏക പാർട്ടിയും മുസ്ലിം ലീഗ് തന്നെയായിരിക്കും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയായിരുന്ന മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച അഖിലേന്ത്യാ മുസ്ലിം ലീഗ് പിരിച്ചുവിടുന്നത് പാകിസ്ഥാൻ എന്ന ആവശ്യത്തിൻ്റെ പുറത്ത് 1947 കറാച്ചിയിൽ നടന്ന യോഗത്തിലാണ്. പിന്നീട് 1948 ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു സംഘടന വേണമെന്ന ആവശ്യവുമായി മദ്രാസിലെ രാജാജി ഹാളിൽ തിരുനെൽവേലിക്കാരനായ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് യോഗം വിളിച്ചു ചേർക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഇദ്ദേഹത്തെ അനുയായികൾ വിളിച്ചിരുന്നത് ഖ്വായിദെ മില്ലത്ത് അഥവാ രാഷ്ട്രീയത്തിൻ്റെ നേതാവ് എന്നായിരുന്നു. അവിടെ ആരംഭിക്കുന്നതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം. മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പ്രസിഡന്റും മെഹബൂബ് അലി ബർഗ് ജനറൽ സെക്രട്ടറിയുമായിരുന്നു. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റായി പ്രൊഫസർ KM ഖാദർ മൊയ്തീനും ദേശീയ ജനറൽ സെക്രട്ടറിയായി PK കുഞ്ഞാലിക്കുട്ടിയുമാണ് ഇപ്പോഴുള്ളത്. ET മുഹമ്മദ് ബഷീർ MP ഓർഗനൈസിംഗ് സെക്രട്ടറിയും MP അബ്ദുൾ സമദ് സമദാനി സീനിയർ പ്രസിഡന്റുമാണ്. മറ്റു ഭാരവാഹികൾ KPA മജീദ്, M അബ്ദുൾ റഹ്മാൻ, സിറാജ് ഇബ്രാഹിം സേട്ട്, ദസ്തക്കി ഇബ്രാഹിം ആഗ, നയാം അക്തർ, കൗസുർ ഹയാത്ത് ഖാൻ, K സൈനൂൻ അബ്ദീൻ, മുനവർ അലി ശിഹാബ് തങ്ങൾ, ഖുറും അനീസ് ഒമർ, നവാസ് കനി MP, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP, H അബ്ദുൾ ഖാസിദ്, TA അഹമ്മദ് കബീർ, CK സുബൈർ ഇവരാണ് ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയാണ് മുസ്ലിം ലീഗിനെ ഏറ്റവും അധികം നയിച്ചിട്ടുള്ളത്. പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ലീഗിനെ ശക്തിയുക്തം മുന്നോട്ട് നയിച്ച നേതാവാണ് PK കുഞ്ഞാലിക്കുട്ടി. 1952 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പാർലമെന്റ് കൂടുമ്പോൾ അതിൽ മലപ്പുറത്ത് നിന്നും ജയിച്ചു വന്ന B പോക്കർ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി ഉണ്ടായിരുന്നു. അടുത്ത തവണയും B പോക്കർ മഞ്ചേരിയിൽ നിന്ന് വിജയിച്ച് സഭയിലെത്തി. മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ ലീഗിന് 2 അംഗങ്ങളുണ്ടായി. കോഴിക്കോട് നിന്ന് CH മുഹമ്മദ് കോയയും മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് ഇസ്മായിലും. 4ാമത്തെ ലോകസഭയിലാണ് കേരളത്തിന് പുറത്തുനിന്ന് ലീഗിനൊരു പ്രതിനിധി ഉണ്ടാകുന്നത്. 5ാം തവണ കോഴിക്കോടിനും മഞ്ചേരിക്കുമൊപ്പം തമിഴ്നാട്ടിലെ രാമനാഥപുരത്തും ലീഗ് വിജയിച്ചു കയറി. ലോക്സഭയിൽ മാത്രമല്ല തുടക്കം മുതൽ രാജ്യസഭയിലും ലീഗിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇന്ന് കേരള നിയമസഭയിൽ അനിഷേധ്യ സാന്നിധ്യമായി UDFിൽ പ്രധാന കക്ഷിയായി മുസ്ലിം ലീഗ് നിലയുറപ്പിക്കുകയാണ്. 2021 UDF മത്സരിച്ച 93 സീറ്റുകളിൽ UDF നേടിയത് 21 സീറ്റുകളാണ്. അതിൽ മുസ്ലിം ലീഗ് 15 സീറ്റുകൾ പിടിച്ചു എന്ന് പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ലീഗിൻ്റെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ്. മറ്റ് ഘടകകക്ഷികളുടെ സീറ്റ് നില കൂടി വിലയിരുത്തുമ്പോഴാണ് UDFിൽ ലീഗിൻ്റെ വേരുകൾ എത്ര ആഴത്തിലുള്ളതാണ് എന്ന് വ്യക്തമാകുകയുള്ളൂ. കോൺഗ്രസ് 21 സീറ്റുകളാണ്, ലീഗ് 15 സീറ്റുകൾ. കേരള കോൺഗ്രസ് 2ഉം RSP 0ഉം NCK 1ഉം കേരള കോൺഗ്രസ് ജേക്കബ് 1ഉം CMB 0ഉം RMB 1ഉം ഇങ്ങനെയാണ് UDFിൻ്റെ കക്ഷിനില. എല്ലാ കക്ഷികളും ചേരുമ്പോൾ 41 സീറ്റുകളാണ് UDF നേടിയത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ലീഗിൻ്റെ ഭാഗതയും ചെറുതല്ലാന്നിരിക്കെ പല ഉമ്മാക്കികൾ കാട്ടിയും പല പ്രീണന ശ്രമം നടത്തിയും LDF ലീഗിനെ ചാക്കിലാക്കാൻ നടത്തിയപ്പോഴൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വ്യക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായി. പിന്നീട് CPM വർഗീയ വിഷം വിതറിയും നേതാക്കളെ അഴിമതി ഉൾപ്പെടെ കള്ളക്കടത്ത് ഉൾപ്പെടെ ലീഗിൻ്റെ അക്കൗണ്ടിൽ കെട്ടിവെച്ച് UDFിൽ ധ്രുവീകരണമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും പാർട്ടിയുടെ നിലപാടിൽ ഉറച്ചെടുത്ത തീരുമാനങ്ങളിൽ
CPM നാണം കെടേണ്ടിയും വന്നു. പിന്നീട് CPM ലീഗിനെ പ്രകോപിപ്പിക്കാൻ PDP, SDPI പോലുള്ള വർഗീയ സംഘടനകളുമായും RSS പോലുള്ള ദേശവിരുദ്ധ സംഘടനകളുമായും വരെ ധാരണകൾ തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടാക്കി. സീറ്റ് പിടിക്കാൻ നാണംകെട്ട കളികളും കളിച്ചു. അപ്പോഴും മിതത്വത്തോടെ രാഷ്ട്രീയ പക്വതയോടെ എടുത്ത തീരുമാനങ്ങൾ ലീഗിൻ്റെ യശസ് വർദ്ധിപ്പിക്കുകയായിരുന്നു. UDF അധികാരത്തിൽ വന്ന സന്ദർഭങ്ങളിലൊക്കെ മർമ്മപ്രധാനമായ വകുപ്പുകൾ ലീഗ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2 ടൈം പൂർത്തിയാക്കുന്ന LDF സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയനടക്കമുള്ള CPM നേതാക്കൾ പ്രത്യക്ഷമായി തന്നെ ലീഗിനെ ആക്രമിക്കാൻ അവസരം കണ്ടെത്തിയിരുന്നു. അതിനൊരു വലിയ മറുപടിയാണ് മുസ്ലിം ലീഗ് ഒരുക്കി വച്ചിരിക്കുന്നത്. അത് പിണറായി സർക്കാരിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രഹരമാവുകയും ചരിത്രത്തിൽ ഇല്ലാത്ത തോൽവിയിൽ നാണം കെട്ട് പടിയിറങ്ങേണ്ടി വരുന്ന അവസ്ഥയും നമുക്ക് കാണാം. ലീഗ് ഒരുമ്പിട്ടിറങ്ങിയാൽ പിണറായിക്ക് പോലും തടുക്കാൻ പറ്റില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.